പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിക്ക് നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തൻ, ട്രംപിൻ്റെ ഏറ്റവും വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാർക്കോ റൂബിയോ എത്ര മിസ് കോളാണ് ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് അടിച്ചത് നോക്കിയേ. 1 2 3 4 5 6 നമ്മൾ സ്ക്രീൻഷോട്ടിൽ കാണുന്നുണ്ട്. എന്തിനായിരിക്കും അമേരിക്കൻ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന മാർക്കോ റൂബിയോ ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് ഇത്രയും മിസ് കോൾ അടിച്ചത്? നിങ്ങൾക്കറിയോ? പേടിച്ച് തൂറി വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇറാനോട് യുദ്ധം ചെയ്തിട്ട് അമേരിക്ക എത്തിയെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വെടിനിർത്തൽ കരാറ് പാസ്സായി, ഇനി വെടിനിർത്തലാണ്, യുദ്ധം നിർത്തി എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ എന്തിനു തുടങ്ങി എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഞാനൊരു കാര്യം പറയാം, യുദ്ധം കൊണ്ട് ലോകത്തിന് ഏറ്റവും വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറാനെ താഴ്ത്തിക്കെട്ടി അത് മുസ്ലിം രാജ്യമാണെന്ന് കണ്ട്, അത് അമേരിക്ക നമ്മുടെയൊക്കെ സുഹൃത്താണെന്ന് കണ്ട്, ഇറാൻ എങ്ങനെയെങ്കിലും നശിച്ചിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ കമൻറ്റുകൾ സ്ഥിരമായിട്ട് അന്ന് ജിഹാദികളെ തീർത്തോ എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തൻ്റെ അടുക്കളയിലേക്ക് ഗ്യാസ് വരാതെയായി, യുദ്ധം ഇത്രയും വലിയ ഭീതിതമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട ശേഷം കമൻ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടിട്ട് കുടുങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കാനായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ആ ചെറിയൊരു കുട്ടിയെ ഹുമൈനി എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ടില്ലേ, എനിക്ക് ജിഹാദ്, രാജ്യത്തിന് വേണ്ടി മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് ആ കുഞ്ഞ് പറയുന്നത്. അങ്ങനെ ചെറിയ മനസ്സിൽ പോലും മരണഭയമില്ലാത്ത ഒരു ജനതയോട് മുട്ടാൻ പോയിട്ട് ഇപ്പോൾ തൂറി മെഴുകാണ്. ഒന്ന് നിർത്തിത്തരുമോ, ആ കനാലൊന്ന് തുറന്നു തരുമോ എന്ന് ഇങ്ങനെ പറഞ്ഞ്, ഹോർമുസ് ഒന്ന് തുറന്നു തരുമോ എന്ന് പറഞ്ഞ് കരയേണ്ട ഒരവസ്ഥ. എന്താല്ലേ, ഒരു ശത്രുവിന് ഇങ്ങനത്തെ ഒരു ഗതി വരരുതേ എന്ന് ദ്വാർക്കേണ്ട അവസ്ഥയാണ്. ഏതായാലും നമുക്ക് ഇതൊന്ന് നിർത്തി കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പ്രയാസത്തിലേക്കാണ് ഓരോ രാജ്യങ്ങളും, ലോക സമ്പദ്ഘടന പോലും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ഇതിനൊരു അയവ്, സമാധാനം റബ്ബ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഇവരെ കേട്ട ഒരു കൂസലുമില്ലാതെ വീണ്ടും അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് വെന്ന് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ ട്രംപ് പറഞ്ഞു ഇന്ന് രാത്രിയാണ് നിർണായകം, ഒറ്റ രാത്രി കൊണ്ട് തീർക്കുന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും സമാധാന ലോകത്തിന് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.